റിപ്പോർട്ടർ ചാനൽ ഉടമ ആൻഡ്രോ അഗസ്റ്റിൻ സ്വാതന്ത്ര്യ ദിനത്തിൽ കേരളത്തിലെ മാധ്യമ മുതലാളിമാർക്കും മുതലാളി അടിമകൾക്കും ഒരു ഒന്നൊന്നര ചലഞ്ച് എടുത്ത് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. മെസ്സി വിവാദം കത്തിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്താൽ സംഘടിതമായി നിന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ഒരു ചാനലിനെ അങ്ങ് മൂലയ്ക്ക് ഒതുക്കാമെന്ന കോൺഗ്രസ് അനുഭാവ വലതുപക്ഷ മാധ്യമങ്ങൾ തട്ടുടുത്തിറങ്ങുമ്പോൾ അതിനോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടാനായിട്ട് ആൻഡ്രോ അഗസ്റ്റിൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ദിവസം ബാക്ക് ടു ബാക്ക് വാർത്തകൾ കൊടുത്ത് നല്ല 916 ഉടായ്പായിട്ടുള്ള പ്രശാന്ത് നായർ IASന്റെ ഒരു റിപ്പോർട്ട് ചോർത്തിക്കൊണ്ട് സൃഷ്ടിക്കുന്ന വാർത്തകളെ മുൻനിർത്തിക്കൊണ്ട് ആൻഡ്രോ അഗസ്റ്റിൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വെല്ലുവിളി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. തനിക്കെതിരെ ഉയർന്നു വന്ന ഏതെങ്കിലും ഒരു ആരോപണങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ആ തെളിയിക്കുന്ന വ്യക്തിക്ക് 1 കോടി രൂപ കൊടുക്കും. അത്ര ഒന്നും രണ്ടും പൈസയല്ല, 1 കോടി രൂപ. അതിനോടൊപ്പം തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കൂടി കുറിച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്ന പോസ്റ്റ് ഇതേ ഇങ്ങനെയാണ്: ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നാടിന് നാഴികക്കല്ലായി മാറുമായിരുന്ന ഒരു പദ്ധതി നടപ്പാക്കാൻ സഹായിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യത്തിന് നിരുപാധികം പിന്തുണ നൽകാൻ തീരുമാനിച്ചു എന്ന കുറ്റത്തിനാണ് ദിവസങ്ങളായുള്ള ഈ കല്ലേറും കുരിശേറ്റവും. ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് പകരം ഇതേ കാര്യം ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടായിരുന്ന കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളാണ് ഈ വേട്ടയാടലിന് നേതൃത്വം നൽകുന്നത് എന്ന കാര്യമാണ് ഏറ്റവും വേദനാജനകം. കിട്ടിയ അവസരത്തിൽ റിപ്പോർട്ടർ TVയെ കുഴിച്ചു മൂടാൻ ഓവർ ടൈം പണിയെടുക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോടാണ് നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. ദിവസങ്ങളായി നിങ്ങൾ നൽകി വരുന്ന വാർത്തകളിലെ വസ്തുത തെളിയിക്കാൻ നിങ്ങൾ തന്നെ ഉയർത്തിയ ഈ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. 1. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി RBCക്ക് കരാറില്ല എന്ന് തെളിയിക്കാനാകുമോ? 2. AFAക്ക് പണം നൽകിയത് അനുമതിയില്ലാതെയാണ് എന്ന വാർത്ത നൽകിയത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്? 3. കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണം എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ? 4. പണം അയച്ചതിന് കേന്ദ്ര അനുമതി ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുമോ? 5. AFAയിൽ നിന്നും 55 കോടി RBCക്ക് തിരികെ കിട്ടിയെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? 6. ഈ ആശയം സർക്കാരിന് മുന്നിൽ വെച്ച ഗോട്ട് ആഡ് എന്ന കമ്പനിയുമായി RBCക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ്, മനോരമ, 24, മാതൃഭൂമി, മീഡിയ വൺ തുടങ്ങിയ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്ന ഈ വാർത്തകളിലെ ഏതെങ്കിലും ഒരു വാദം തെളിയിക്കാൻ കഴിഞ്ഞാൽ 1 കോടി രൂപ പാരിതോഷികം നൽകാൻ ഞാൻ തയ്യാറാണ്. വരുന്ന 48 മണിക്കൂറിൽ തുറന്ന സംവാദത്തിന് തയ്യാർ. പൂർണ്ണമായും എഡിറ്റുകളില്ലാതെ അത് ലൈവ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ലൈവായി പ്രസിദ്ധീകരിക്കാൻ റിപ്പോർട്ടർ TV തയ്യാർ. വെല്ലുവിളി ഏറ്റെടുക്കുമോ? അത് കഴിയില്ലെങ്കിൽ മാധ്യമ വിചാരണ ചെയ്ത് ആളെ ശിക്ഷിക്കാൻ ഇത് വെള്ളരിക്കാ പട്ടണമല്ല. നിങ്ങൾ പറഞ്ഞത് സത്യമെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. ജനാധിപത്യ ഇന്ത്യയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. അങ്ങനെ ഒരു പ്രത്യേകതരം സ്വാതന്ത്ര്യദിന ആശംസകളോടെയാണ് കേരളത്തിൽ മേനോൻ മുഖ്യന്റെ മാസപ്പടി വാങ്ങി ജീവിക്കുന്ന മാധ്യമ മുതലാളിമാരെല്ലാം കൂടി ചേർന്ന് മറ്റൊരു മാധ്യമ മുതലാളി ഞങ്ങളുടെ മുകളിലേക്ക് പോയി വാർത്ത കൊടുക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ആ വ്യക്തിയെ കോൺട്രൈസ് ചെയ്തുകൊണ്ട് ഇടതുപക്ഷ അനുകൂലമോ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള സംഘടിത തന്ത്രത്തിനെതിരെ അതിശക്തമായ ഭാഷയിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ട് ആ വിവാദങ്ങളിൽ ഓൺ ചെയ്ത് നിൽക്കാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്ന് ആൻഡ്രോ അഗസ്റ്റിൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തണ്ടലുറപ്പുള്ള മുതലാളിമാർ വെറുതെ ഓരോ ദിവസം അന്തരീക്ഷത്തിലേക്ക് വെടി പൊട്ടിക്കാതെ ആ പൊട്ടിച്ച വെടി ശരിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കൂ. അതാണ് അന്തസ്. എല്ലാ കാലത്തും ഇല്ലാത്ത ആരോപണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പറത്തി വിട്ടതിന് ശേഷം അത് കുറച്ചു ദിവസം പറത്തി നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് അതിലൂടെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയിൽ നേരിട്ട് പോരാടാനായിട്ട് ആൻഡ്രോ അഗസ്റ്റിൻ ഇറങ്ങി നിൽക്കുമ്പോൾ ഈ കളി അങ്ങനെ തീരുമെന്ന് തോന്നാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്.